എല്ലാ പ്രിയമുള്ളവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ സന്ധ്യയിലും ദൈവത്തിൻ്റെ വചനം അതിൻ്റെ ശക്തിയോടെ വെളിപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. പരിശുദ്ധാത്മാവാണ് വചനം നമുക്ക് വിളമ്പിത്തരേണ്ടത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു ഭാഗത്തിലേക്ക് നാം വരികയാണ്. അതിൻ്റെ 30 മുതലുള്ള വാക്യത്തിൽ ഒരു മനുഷ്യൻ യെരൂശലേമിൽ യെരിഹോവിലേക്ക് പോകുന്ന സംഭവത്തെക്കുറിച്ച് യേശു ചോദ്യം ചോദിച്ചവരോട് മറുപടിയായി പറയും. തങ്ങളെ തന്നെ ന്യായീകരിക്കുവാൻ ന്യായശാസ്ത്രിയായ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നു യേശുവിനെ പരീക്ഷിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിൻ്റെ മറുപടികൾ പറയുന്നതോടൊപ്പം യേശു അവർക്ക് മറുപടി കൊടുക്കുന്ന വാക്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. തങ്ങളെ തന്നെ ന്യായീകരിക്കുന്ന പലരും യേശുവിൻ്റെ അടുക്കൽ ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവർക്ക് അർഹമായ മറുപടി കൊടുത്താണ് കർത്താവ് അവരെ പറഞ്ഞയക്കുന്നത്. ഇവിടെ ഈ മനുഷ്യൻ ചോദിച്ചത് എൻ്റെ കൂട്ടുകാരൻ ആർ എന്നുള്ളതാണ്. എന്നാൽ കർത്താവ് ആ ചോദ്യത്തെ ഉത്തരം കൊണ്ട് തിരുത്തുകയാണ്. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നല്ല, ഞാൻ ആർക്ക് അയൽക്കാരനായി മാറണം എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് സന്ധ്യയിൽ ദൈവവചന കേൾവിയിലായിരിക്കുന്ന പ്രിയമുള്ളവർ, നിങ്ങൾ പല സ്ഥലത്തും പല സാഹചര്യത്തിലും ഇരുന്നായിരിക്കും വചനം ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ മറ്റൊരാൾക്ക് അയൽക്കാരനാകാനുള്ള മനസ്സോടെയാണോ ഈ വചനം ശ്രദ്ധിക്കുന്നത്? മറ്റുള്ളവർ നമുക്ക് നന്മ ചെയ്യണമെന്ന് നാം ആഗ്രഹിക്കുന്നവരാണ്. എനിക്ക് വേണ്ടി അവർ നന്മ ചെയ്യണം, എന്നെ സഹായിക്കണമെന്നൊക്കെ നാം ചിന്തിക്കുമ്പോൾ യേശു അവരെ പഠിപ്പിച്ചത് നാം മറ്റു ചിലർക്ക് അയൽക്കാരാകണം എന്നാണ്. തൻ്റെ അടുക്കൽ വന്ന ന്യായശാസ്ത്രിയുടെ ചോദ്യം എൻ്റെ അയൽക്കാരൻ ആര് എന്നുള്ളതാണ്. യേശു അതിൻ്റെ മറുപടി അവിടെ സംസാരിക്കുന്ന നാം വായിക്കുന്നു. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകും. യെരൂശലേം എന്ന സ്ഥലം ദൈവാലയമുള്ള സ്ഥലമാണ്. ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്ഥലമാണ്. ദൈവത്തെ ആരാധിച്ചിട്ട് വരുന്ന സ്ഥലമാണ് യെരൂശലേം. ആ സ്ഥലത്ത് നിന്ന് യെരിഹോ എന്ന് പറയുന്ന സ്ഥലം ഒരു കാലത്ത് ശപിക്കപ്പെട്ട സ്ഥലമായിരുന്നു. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന നഗരമായിരുന്നു യെരിഹോ. യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് 27 കിലോമീറ്റർ യാത്ര ചെയ്യണം. 1000 മീറ്റർ ഇറക്കമാണെന്നാണ് ചരിത്രം പറയുന്നത്. ഇവിടെ കള്ളന്മാർ പതുങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. മറ്റൊരു പരിഭാഷയിൽ ഇങ്ങനെ പറയുന്നു, ഗോയിങ് ഡൗൺ ടു ജെറിഹോ എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് നിന്ന് യെരിഹോവിലേക്ക് പോകുന്നത് ഗോയിങ് ഡൗൺ ആണ്. ദൈവത്തെ ആരാധിച്ച ദൈവ സാന്നിധ്യത്തിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുന്നത് താഴ്ന്നു പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ദൈവത്തെ ആരാധിച്ചവരാണ്. എന്നാൽ സാഹചര്യം കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ അവർ താഴേക്ക് പോകുന്ന ഒരനുഭവത്തിലേക്ക് വരാറുണ്ട്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്നവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു കാലത്ത് നിങ്ങൾ ദൈവത്തെ ആരാധിച്ചവരായിരിക്കും, ദൈവത്തെ സ്തുതിക്കുന്നതിൽ മുൻപിൽ നിന്നവരായിരിക്കും. പക്ഷേ സാഹചര്യങ്ങൾ നിങ്ങളെ ഞെരുക്കിയപ്പോൾ നിങ്ങൾക്കുള്ള ദൈവകൃപ അല്ലെങ്കിൽ ദൈവിക സാന്നിധ്യം, ദൈവിക കൂട്ടായ്മയൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾ ഗോയിങ് ഡൗൺ, താഴേക്കിറങ്ങിയെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഇല്ല, നിങ്ങളിനി താഴേക്കിറങ്ങരുത്. അവിടെ ആ ശപിക്കപ്പെട്ട നഗരത്തിലേക്ക് ഒരു മനുഷ്യൻ ഇറങ്ങിപ്പോകുന്നു. യെരിഹോവിൻ്റെ മുകളിൽ ഒരു മലയുണ്ട്, അതാണ് മൗണ്ട് ഓഫ് ടെംപ്റ്റേഷൻ. അവിടെ വെച്ചാണ് യേശു പരീക്ഷിക്കപ്പെട്ടതെന്ന് പറയുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും തകരപ്പെട്ട അല്ലെങ്കിൽ മോശമായൊരു സ്ഥലത്തേക്ക് യെരൂശലേമിൽ നിന്നൊരു മനുഷ്യൻ യാത്ര ചെയ്യുകയാണ്. എന്നാൽ ആ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടിട്ട് അവൻ്റെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി.
ആ മനുഷ്യൻ യഹൂദനാണ് എന്നാണ് ചരിത്രം പറയുന്നത്. ആരുമായിക്കൊള്ളട്ടെ, ഈ മനുഷ്യൻ മുറിവേറ്റവനായി അവിടെ വഴിയിൽ കിടക്കുകയാണ്, നഷ്ടപ്പെട്ടവനായി കിടക്കണം. മരിച്ചോ മരിച്ചില്ലയോ എന്നറിയില്ല. അതിലെ 2 പേര് പോകുന്നത് നാം വായിക്കുന്നു. ഒരാൾ ലേവ്യനാണ്, ഒരാൾ പുരോഹിതനാണ്. 2 പേരും അവർക്കൊരു പ്രമാണമുണ്ട്. എഴുതി വെച്ച പ്രമാണം എന്താണെന്ന് ചോദിച്ചാൽ, ശവത്തെ തൊട്ടാൽ 7 ദിവസത്തേക്ക് അശുദ്ധനാകണമെന്ന് സംഖ്യാപുസ്തകം 19:11 പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രമാണം ലഭിച്ചവർക്ക് ഈ മനുഷ്യനെ ചെന്ന് തൊടാൻ ഇഷ്ടമല്ല. ഏതെങ്കിലും കാരണവശാൽ ഇവൻ മരിച്ചതാണെങ്കിൽ തങ്ങളുടെ ശുശ്രൂഷയിൽ അത് തടസ്സമാകും. അങ്ങനെ ഒരു കാര്യം അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് അവർ ആ ശവത്തെ തൊടാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവർ അവിടുന്ന് വഴിമാറിപ്പോയത്. ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്ത അവരെ ഭരിച്ചപ്പോൾ അവർ മതം ഒരു ജോലിയായി കണ്ടു, അവരുടെ ജീവിതമായി അവർ കണ്ടില്ല. ദൈവാലയത്തിലെ പ്രാർത്ഥനയും വഴിപാടുകളുമൊക്കെയാണ് ഭക്തി എന്ന് ചിന്തിച്ചു. എന്നാൽ ആശ്രയമറ്റവരെ, ആശ്രയത്തിന് അർഹരായവരെ സഹായിക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ ആരാധന എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടപ്പോൾ ലേവ്യനും പുരോഹിതനും വഴിമാറി കടന്നുപോയി എന്ന് നാം വായിക്കുന്നു. നമുക്കറിയാം, ദൈവവചനം പഠിക്കുമ്പോൾ എല്ലാ പുരോഹിതരും ലേവ്യരാണ്, എന്നാൽ എല്ലാ ലേവ്യരും പുരോഹിതരല്ല. അതെ, എല്ലാ പുരോഹിതന്മാരും ലേവ്യരുടെ കൂട്ടത്തിലുള്ളവരാണ്, എന്നാൽ എല്ലാ ലേവ്യരും പുരോഹിതരല്ല. അഹരോന്റെ വംശത്തിൽ പെട്ടവർ മാത്രമാണ് പുരോഹിതർ. അവർക്ക് മാത്രമേ യാഗം കഴിക്കാൻ പറ്റൂ. എന്നാൽ ബാക്കിയുള്ളവർ പുരോഹിതന്മാരെ സഹായിക്കുന്നവരാണ്. ദൈവവേലയ്ക്കായി വേർതിരിക്കപ്പെട്ട ലേവ്യർ ദൈവവേല ചെയ്യുന്നവരാണ്. ദൈവത്തിൻ്റെ മനസ്സറിയണമെന്നുള്ളതാണ് അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. പുതിയ നിയമത്തിലെ പുരോഹിതരായി, ദൈവത്തിൻ്റെ വേലക്കാരായി, ദൈവത്തിന് വേർതിരിക്കപ്പെട്ടവരായിട്ടുള്ളവരും ഇന്ന് എന്നെ ശ്രദ്ധിക്കുകയാണല്ലോ. ഞാൻ പറയട്ടെ, നാം പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കത്തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ്. ആ പുരോഹിതൻ്റെ ശുശ്രൂഷ പഴയ നിയമകാലത്ത് ദൈവത്തോട് മനുഷ്യന് വേണ്ടി സംസാരിക്കുന്നതായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിനോട് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുവാൻ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ നമ്മൾ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അകത്തുണ്ടാകേണ്ട ചിന്ത നാം പള്ളിക്കകത്തുള്ള ഭക്തി കൊണ്ട് മാത്രമല്ല, ആശ്രയമറ്റ ചിലർക്ക് ഞാനൊരു സഹായമായിരിക്കണമെന്നുള്ള ചിന്തയും കൂടെ നമ്മുടെ അകത്ത് കയറുമ്പോഴാണ് നാം ഭക്തിയുള്ളവരായി മാറുന്നത്. എന്നാൽ ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ടും മറ്റുള്ളവരെ സഹായിക്കുന്നത് കൊണ്ടും മാത്രം സ്വർഗത്തിലെത്താമെന്നൊരു ചിന്തയും തെറ്റാണ്. ദൈവവചന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സൽപ്രവർത്തികൾ ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. അതോടൊപ്പം യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിനകത്ത് വസിക്കുവാൻ യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് 1ാമത്തെ പടി. ആ പടിയിൽ കടന്നിട്ട് വേണം യേശുവിന് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ സൽപ്രവർത്തികൾ ചെയ്യുവാൻ. ഇവിടെ നാം വായിക്കുന്നു, ഈ മനുഷ്യൻ അർത്ഥപ്രാണനായി വഴിയിൽ വീണ് കിടക്കുമ്പോൾ അവനെ സഹായിക്കേണ്ടവർ മുഖം മാറി നിൽക്കുകയാണ്. അവർ വഴിമാറി കടന്നുപോവുക. കാരണം അവർക്ക് അവനെ സഹായിക്കാൻ ഉള്ളിൽ ഭയമുണ്ട്. ഇവനെ ആക്രമിച്ചവർ വഴിയിലെങ്ങാനും പതിയിരിപ്പുണ്ടെങ്കിൽ അവരുടെ അക്രമം ചിലപ്പോൾ സഹിക്കേണ്ടി വരും. മറ്റൊന്നിവൻ മരിച്ചാൽ അവൻ്റെ ശവത്താൽ അശുദ്ധനാകേണ്ടി വരും. 3ാമതൊരു കാര്യം, സമയം അവന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും. 4 കാശവന് വേണ്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ നിന്ന് കാണാതെ രക്ഷപ്പെട്ടാൽ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാം എന്നൊരു ചിന്തയാണ് അവരുടെ അകത്തു വന്നത്. ഇന്ന് സന്ധ്യയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സഹായം ആവശ്യമുള്ള ചിലരെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് യേശു ചെയ്തത് ഓർമ്മ വരണം. യേശു ഒരു മതസ്ഥാപകനായിട്ട് ഭൂമിയിൽ വന്നയാളല്ല. തൻ്റെ മതത്തിൻ്റെ വക്താവായിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പോയതിനേക്കാൾ അധികം മനസ്സലിവുള്ളവനായിരുന്നു യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ യേശു ഈ ഉപമ അല്ലെങ്കിൽ ഈ കഥ അവരോട് സംസാരിക്കുമ്പോൾ അതിലൂടെ മനസ്സു മാറ്റുവാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു ശമര്യക്കാരനെ കുറിച്ച് അവിടെ പറഞ്ഞത്. പുരോഹിതനും ലേവ്യനും തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ കുറവുള്ളവരായി മാറിയപ്പോൾ ശമര്യക്കാരൻ അവിടേക്ക് വരുന്നു. ശത്രുവായ യഹൂദനെ കണ്ടിട്ട് അവന് മനസ്സലിഞ്ഞു. ശമര്യരും യഹൂദരും തമ്മിൽ സമ്പർക്കമില്ല. അവർ തമ്മിൽ സമ്മിശ്ര ജാതിയായതുകൊണ്ട്
യഹൂദൻ ശമര്യരെ മാറ്റി നിർത്തിയിരിക്കുക. ഗലീലയിലേക്കുള്ള വഴി യഹൂദ്യയിൽ നിന്ന് പോകുമ്പോൾ 2-3 ദിവസത്തെ വഴിദൂരം പോകേണ്ടി വന്നാൽ പോലും അവർ ശമര്യയിൽ കടക്കാതെ പോകുന്നതായിരുന്നു അവരുടെ പതിവ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് മറ്റുള്ള സമ്മിശ്ര ജാതിയായി മാറിയപ്പോൾ യഹൂദൻ അവരെ മാറ്റി നിർത്തിയതാണ്. പക്ഷേ ആ ശമര്യക്കാരനായ ആ മനുഷ്യനാണ് അവിടെ എത്തിയത്. ആ മനുഷ്യന് ഈ വീണ് കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ മനസ്സലിവ് തോന്നി. അവൻ ആ മനുഷ്യന് വേണ്ടി അല്പസമയം ചിലവഴിക്കുകയാണ്. പുരോഹിതനും ലേവ്യനും ദൈവത്തെ അറിഞ്ഞെങ്കിലും മനുഷ്യനെ മറന്നു, മനുഷ്യനോടുള്ള കടമകൾ മറന്നു. എന്നാൽ ശമര്യക്കാരൻ ദൈവത്തെ കൃത്യമായിട്ട് അറിയുന്നില്ലെങ്കിലും മാനുഷിക സ്നേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്നു വന്നു. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ന്യായപ്രമാണത്തിൽ ഇല്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുന്നു. അതെ, അവർക്ക് ന്യായപ്രമാണമില്ല, പക്ഷേ അവരുടെ സ്വഭാവത്തിൽ അവർ മറ്റുള്ളവരെ താങ്ങാൻ, സഹായിക്കാൻ, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെ പ്രവർത്തിക്കുമ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ന്യായപ്രമാണമുണ്ടെന്ന് പറയുന്നവർ വഴിമാറിപ്പോകുന്നൊരു കാലം. ഇന്നത്തെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയാണ്. ന്യായപ്രമാണമുണ്ടെന്നും യേശുവിനെ അറിയുന്നെന്നും യേശുവിനെ ആരാധിക്കുന്നെന്നും പറയുന്ന പലർക്കും മറ്റുള്ളവരെ സഹായിക്കാനോ മറ്റുള്ളവരെ ഒന്ന് കൈത്താങ്ങൽ കൊടുക്കാനോ സ്വന്തം അയൽക്കാരനെ പോലും സ്നേഹിക്കാനോ കഴിവില്ലാതെ മാറിപ്പോകുമ്പോൾ, യേശു ഹൃദയത്തിൽ വന്നവർ അങ്ങനെ ചെയ്യുമ്പോൾ യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ പോലും സൽപ്രവർത്തികൾ കൊണ്ട് ദൈവത്തെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. രണ്ടും തെറ്റാണ്. യേശുവിനോട് കൂടെ സൽപ്രവർത്തികൾ ചെയ്യാം, യേശുവിനെ കൂടാതെയുള്ള സൽപ്രവർത്തികൾ വെറുതെയാണ്, വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. അതുകൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന ആരെങ്കിലും ഈ സന്ധ്യയിൽ സൽപ്രവർത്തികൾ കൊണ്ട് അല്ലെങ്കിൽ തീർത്ഥാടനങ്ങൾ കൊണ്ട് പുണ്യസ്ഥല സന്ദർശനം കൊണ്ട് സ്വർഗത്തിലെത്താമെന്നോ ദൈവത്തെ കാണാമെന്നോ ചിന്തിക്കുന്നെങ്കിൽ ഇന്ന് ദൈവവചനം, ജീവനുള്ള ദൈവവചന സത്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ പറയട്ടെ, യേശുവിനെ കൂടാതെയുള്ള സകല സൽപ്രവർത്തികളും അത് വൃഥാവാണ്. അതുകൊണ്ട് തന്നെ യേശുവിനോട് ചേർന്ന് ചെയ്യാൻ നമുക്ക് തീരുമാനമെടുക്കാം. അതെ, യേശുവിനോടുള്ള ചോദ്യത്തിൽ യേശുവിൻ്റെ മറുപടി നീയൊരു അയൽക്കാരനായി മാറണമെന്ന ഇതിനകത്തെ സന്ദേശം നാം എങ്ങനെ മറ്റുള്ളവർക്ക് ഒരു സ്നേഹിതനായി അയൽക്കാരനായി മാറും എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥമായ അയൽക്കാരൻ എന്നുള്ള നിലയിൽ വന്ന ഈ ശമര്യക്കാരന് ജാതിയോ മതമോ ദേശമോ ഒന്നും അവന് നോക്കിയില്ല. ആവശ്യത്തിലിരിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി താൻ അവിടെ ചെന്ന് മനസ്സലിഞ്ഞ് അവനോടുകൂടെ സമയം ചിലവഴിക്കുക. ഇന്ന് സന്ധ്യയിലും ദൈവവചനം നമ്മോട് സംസാരിക്കുന്ന ഇതാണ്. മനുഷ്യൻ്റെ കുറവുകളെ നോക്കാതെ, അവൻ്റെ മതം ഏതാണെന്ന് നോക്കാതെ, ജാതി ഏതാണെന്ന് നോക്കാതെ, അവനെ സഹായിക്കാനുള്ളൊരു മനസ്സുള്ള ഒരയൽക്കാരനായി നിങ്ങൾ മാറിയാൽ മാത്രമേ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നിങ്ങളിലൂടെ പൂർത്തീകരിക്കാൻ ദൈവത്തിന് കഴിയുള്ളൂ. സ്നേഹം വെറും ഒരു വികാരം മാത്രമല്ല, അതൊരു പ്രവൃത്തിയാണെന്നേ. നിയമം അറിയാവുന്ന പലരും മാറിപ്പോയപ്പോൾ നിയമം അറിയാത്ത ശമര്യക്കാരൻ്റെ മനസ്സലിഞ്ഞെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ്റെ അടുക്കൽ വന്ന മനുഷ്യൻ്റെ മനസ്സലിഞ്ഞു. ഇന്ന് രാത്രി ചിലരെ നോക്കി മനസ്സലിയാൻ നമുക്ക് കഴിയണം. യേശു പലപ്പോഴും മനസ്സലിഞ്ഞ ചരിത്രം നാം വായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസം തൻ്റെ അടുക്കൽ വചനം കേൾക്കാനിരുന്നവർ പട്ടിണിയായി പോകാതിരിക്കാൻ അവരോട് മനസ്സലിഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത കർത്താവ്. അങ്ങനെയാണെങ്കിൽ നാം എത്ര പേരോട് മനസ്സലിയേണ്ടവരാണ്. നാം മനസ്സലിവ് കാണിക്കേണ്ട പല സ്ഥലത്തും നാം മനസ്സലിവ് കാണിക്കാറില്ല. ഇന്ന് രാത്രി നാം ഒരു തീരുമാനമെടുക്കണം. ഞാൻ മുഖാന്തരം സഹായം അർഹിക്കുന്ന ആരെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിട്ടുകളയാതെ അവരെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ ഞാനൊരു തീരുമാനമെടുക്കുന്നുവെന്ന് ഇന്ന് സന്ധ്യയിൽ തീരുമാനമെടുക്കുന്ന നല്ലതാണ്. വാക്കിലും പ്രവൃത്തിയിലും കൂടെ, വാക്കിലും മറ്റുള്ളവരോട് കാണിക്കുന്ന സത്യത്തിലും മാത്രമല്ല പ്രവൃത്തിയിലും സ്നേഹിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ദൈവാലയത്തിലെ ശുശ്രൂഷ മുടങ്ങാതിരിക്കുവാൻ അവർ മനുഷ്യനെ ഉപേക്ഷിച്ചപ്പോൾ അവർ യാഗത്തിലല്ല കരുണയിൽ പ്രസാദിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമകത്തും എന്ന ആ മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് മനസ്സലിഞ്ഞു. അന്ന് ആ കടന്നു പോകുന്ന മനുഷ്യൻ ഇങ്ങനെ ഒരാൾ വഴിയിൽ വീണ് കിടക്കുമെന്നോ അദ്ദേഹത്തെ ശുശ്രൂഷിക്കണമെന്നോ എന്നൊന്നും ചിന്തിച്ചിട്ടല്ലല്ലോ പോകുന്നേ. എങ്കിലും നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മെഡിക്കൽ കിറ്റ് ഉണ്ടായിരുന്നു.
ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടായിരുന്നു. ആ കിറ്റ് കൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. തൻ്റെ യാത്രയിൽ ഒരാൾക്കൊരാവശ്യം വന്നാൽ സഹായിക്കാൻ മനസ്സുള്ളവൻ്റെ കയ്യിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാവും. അതേ, ദൈവസ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ് ഇന്ന് സന്ധ്യയിൽ ഒരു ശമര്യക്കാരിയായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കയ്യിൽ ചില കരുതലുകൾ ഉണ്ടാകണം. അതെ, യേശുവിൻ്റെ സ്നേഹം നമ്മുടെ അകത്തു വന്നാൽ മറ്റ് ചിലരെ സഹായിക്കാനുള്ള ഒരു കരുതൽ നമുക്കുണ്ടാകണം. ഞാൻ ഈ ദൈവവചനം സംസാരിക്കുമ്പോൾ ഇമ്മാനുവേൽ മിഷൻ ചാനലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപാട് പേരെ സഹായിക്കുന്ന, ഒത്തിരി പേർക്ക് കരുണ കാണിക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവഭൃത്യനും അദ്ദേഹത്തിൻ്റെ ടീമും നടത്തുന്ന ഈ ദൈവവചന ഘോഷണത്തിൽ എനിക്കും പങ്കാളിയായതിൽ വലിയ സന്തോഷമുണ്ട്. മറ്റു പലരും പറയുന്നത് വെറുതെ പറഞ്ഞു വിടുകയാണ്. പക്ഷേ അർഹതയുള്ളവരെ താങ്ങുവാൻ, അവരെ കൈത്താങ്ങൽ കൊടുക്കുവാൻ ഇവിടെയുള്ള ദൈവദാസൻ കാണിക്കുന്ന ആ സ്നേഹത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഒരുപാട് പേര് മതവും ജാതിയും നിറവുമൊക്കെ നോക്കി അനേകരെ മാറ്റി നിർത്തുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആഴമകത്തു വന്നാൽ നമുക്ക് ചിലരോട് മനസ്സലിയും. ശമര്യക്കാരൻ്റെ ഹൃദയത്തിൽ ഒരു മനസ്സലിവുണ്ടായപ്പോൾ അദ്ദേഹം അവിടെ തൻ്റെ അടുക്കൽ, ആ അർത്ഥപ്രാണനായ മനുഷ്യൻ്റെ അടുക്കൽ ചിലവഴിക്കുകയാണ്. എന്താ അദ്ദേഹം ചെയ്തത്? അദ്ദേഹം അടുത്ത് ചെന്നു, തൻ്റെ കയ്യിലുള്ള കിറ്റ് തുറന്ന് ആ മനുഷ്യനെ ശുശ്രൂഷിച്ചു. അതുമാത്രവുമല്ല, നീ ആരാണ്, നീ ഏത് ജാതിയാണ് ചോദിച്ചില്ല. ഞാൻ നിന്നെ ശുശ്രൂഷിച്ചാൽ എനിക്കെന്ത് കിട്ടുമെന്ന് ചോദിച്ചില്ല. എന്നാൽ ശമര്യക്കാരനാണോ യഹൂദനാണോ എന്നൊന്നും തിരിച്ചറിയാതെ, യേശുവിൻ്റെ സ്നേഹമൊന്നും വേണ്ട പോലെ മനസ്സിലായിട്ടില്ലെങ്കിലും അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തെ നല്ല അയൽക്കാരനായി യേശു ക്രിസ്തു കാണിച്ചു കൊടുത്തത്. ഇന്ന് രാത്രിയിൽ ചെറിയ ഒരു ദൈവ സാന്നിധ്യം കൊണ്ട് ആ ദൈവത്തെ ഒന്ന് അനുഭവിച്ചറിഞ്ഞിട്ട് നാമും ചിലരുടെ ഇടയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ തയ്യാറായാൽ നമ്മിൽ വസിക്കുന്ന ദൈവസ്നേഹം കൊണ്ട് ലോകത്തെ നമുക്ക് നേടാൻ കഴിയും. പ്രിയമുള്ളവരെ, നാം ഒത്തിരി കാര്യങ്ങൾ പറയുന്നവരാണ്, ഒത്തിരി കാര്യങ്ങൾ പരസ്യയോഗങ്ങളായി സംസാരിക്കുന്നവരാണ്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി കൈതുറക്കുവാൻ, അത്യാവശ്യമുള്ളവനെ കണ്ടാൽ നമുക്കൊന്നും മനസ്സലിവില്ലെങ്കിൽ നാം പറയുന്ന സുവിശേഷവുമായി അത് കണക്റ്റ് ആവുന്നില്ലെന്നും കൂടെ ഓർക്കണം. നമ്മുടെ കൈ തുറക്കേണ്ട സ്ഥലങ്ങളിൽ ആശ്രയം ആവശ്യമുള്ളവരുടെ അടുക്കലെത്തുമ്പോൾ നാം മാറ്റമുള്ളവരായി തീർന്നില്ലെങ്കിൽ നാം പറയുന്ന സുവിശേഷത്തിന് വ്യക്തതയില്ലാതെ വരും. നാം ഒരാളെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ ഒരു വാസസ്ഥലമായി മാറണം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിലൂടെ അനുഭവിക്കുന്ന സ്ഥലമായി മാറണം. ഇവിടെ ഞാൻ വേഗത്തിൽ പറയട്ടെ, ഇവിടെ സ്വാർത്ഥത വെടിഞ്ഞ് നമ്മിലേക്ക് തന്നെയുള്ള നമ്മുടെ നോട്ടം മാറ്റി ആവശ്യക്കാരിലേക്ക് നമ്മുടെ കണ്ണുകൾ എത്തുന്നതാണ് ശമര്യക്കാരനിലൂടെ യേശു കാണിച്ച ആ മാതൃക. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എനിക്കും മക്കൾക്കും, എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നുള്ള ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി യേശുവിനെ ആഗ്രഹിക്കുന്ന, യേശുവിൻ്റെ നാമത്തിൽ ചിലരെ സഹായിക്കണമെന്നുള്ള, അല്ലെങ്കിൽ അവർക്കൊരു കൈത്താങ്ങൽ കൊടുക്കണമെന്നുള്ള ചിന്തയകത്ത് കയറിയാൽ മാത്രമേ നാം ഒരു ശമര്യക്കാരനായി മാറുകയുള്ളൂ, നാം ഒരു അയൽക്കാരനായി മാറുകയുള്ളൂ. ഈ സന്ധ്യയിൽ വചന കേൾവിയിൽ നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമോ? എൻ്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന നന്മകൾ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടി, ആശ്രയമറ്റ ചിലരെ സഹായിക്കാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചതാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വന്നാൽ മാത്രമേ ആവശ്യക്കാരനെ കാണുമ്പോൾ നമ്മുടെ മനസ്സലിയുകയുള്ളൂ. അദ്ദേഹത്തിന് തിരക്കൊന്നുമില്ല. ശമര്യക്കാരനായ മനുഷ്യൻ തിരക്കിലൊന്നും ഓടുന്നില്ല. അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ആ മുറിവേറ്റ മനുഷ്യൻ, ഞാൻ ചോദിക്കട്ടെ, അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യൻ ആ വഴിയിൽ കിടക്കുമ്പോൾ അവനെ ഒന്ന് രക്ഷിക്കണമെങ്കിൽ അവൻ്റെ അടുക്കലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം. അതിനുവേണ്ടി താൻ അവിടെ ഇരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഇരുന്ന് തൻ്റെ കയ്യിലുള്ള ശുശ്രൂഷ താൻ ചെയ്യുക. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ പാപം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവരെ അകറ്റി. ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും ദൈവത്തോടൊപ്പം ജീവിച്ചവരാണ്. ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു. അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി കളഞ്ഞെങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ, ലോകസ്നേഹത്തിൽ നിന്ന് അവരെ മടക്കി കൊണ്ടുവരുവാൻ നല്ല ശമര്യക്കാരനായി പിതാവായ ദൈവം അയച്ചത് തൻ്റെ ഏകജാതനായ പുത്രനെയാണ്. വർണ്ണവർഗ വ്യത്യാസം കൂടാതെ നമ്മോട് മനസ്സലിഞ്ഞ യേശു ക്രിസ്തുവിനെയാണ് ഇന്ന് നല്ല ശമര്യക്കാരനായി ഞാൻ നിങ്ങളുടെ മുൻപിൽ ഉയർത്തുന്നത്. അന്ന് ആ യേശുവിൻ്റെ സ്നേഹം അകത്തേക്ക് കയറിയാൽ മാത്രമേ യേശുവിൻ്റെ ഭാവം നമ്മളിൽ വർദ്ധിക്കുകയുള്ളൂ.
ഇവിടെ യേശു ഭൂമിയിൽ വന്നതുകൊണ്ടാണ് നമുക്ക് വേണ്ടി മനസ്സലിവ് കാണിച്ചത്, നമ്മുടെ പാപത്തിൻ്റെ മുറിവുകളെ കെട്ടിക്കളഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കയ്യിലുള്ള എണ്ണയും വീഞ്ഞും പകർന്ന് നമ്മുടെ മുറിവിന് വേദനാ സംഹാരിയായി വീഞ്ഞും അത് മരുന്നിന് വേണ്ടി എണ്ണയും പകർന്നുകൊണ്ട് ആ മുറിവേറ്റവനെ സംരക്ഷിച്ചതുപോലെ യേശുവിൻ്റെ സ്നേഹത്താൽ നാമും ഈ ലോകത്തിൽ ശമര്യക്കാരായി മാറണം. അതെ, നമ്മുടെ യാത്രകളിൽ നാം ചില കരുതലുകൾ കൊണ്ടുപോകണം. ചിലരുടെ ജീവിതത്തെ മാറ്റുവാൻ, ചിലർ പോയി വരുന്ന വഴിയിൽ ഉണ്ടാകുന്ന അനർത്ഥത്തിൽ അവരെ വിടുവിച്ചെടുക്കുവാനുള്ള ഒരാത്മസ്നേഹം നമ്മുടെ അകത്തുണ്ടാകണം. നമ്മിലേക്ക് തന്നെയുള്ള ആ ശ്രദ്ധ മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ യേശുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു. ഇവിടെ കാണുന്ന ഈ ശമര്യക്കാരനായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തനിക്കുള്ള പ്രധാനപ്പെട്ട യാത്രകളൊക്കെ മാറ്റിവെച്ചിട്ട് ഈ വേദന സഹിച്ച് വഴി കിടക്കുന്ന മനുഷ്യനെ ശുശ്രൂഷിക്കുക മാത്രമല്ല, അവനെ അവിടുന്ന് തൻ്റെ വാഹനമൃഗത്തിൽ കയറ്റി അടുത്ത സത്രത്തിലെത്തിച്ച് പോയിട്ട് വരുമ്പോൾ ഇനി അവൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ തന്നുകൊള്ളാമെന്ന് പറഞ്ഞ് അവനെ ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് മടങ്ങിപ്പോകുന്നു. ഇന്ന് സന്ധ്യയിൽ നമുക്ക് ഒരു തീരുമാനമെടുക്കാം. എൻ്റെ അടുക്കൽ ആശ്രയമറ്റവരായി ആവശ്യക്കാരായി വരുന്ന ആളുകളുടെ മുൻപിൽ നോക്കിയിട്ട് അവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് യേശുവിനെ പോലെ എനിക്ക് ഉണ്ടാകുന്നെങ്കിൽ മാത്രമേ ഞാൻ നല്ലൊരു അയൽക്കാരനായി മാറുകയുള്ളൂ. നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ എത്രയോ പേർ വഴിമുട്ടിയവരായി, ആശയറ്റവരായി, ആരും സഹായമില്ലാത്തവരായി നിൽക്കുമ്പോൾ നമുക്കവരെ സഹായിക്കാൻ കഴിയുമോ? നമ്മുടെ കഴിവിനനുസരിച്ച്, നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് മറ്റു ചിലരെ ഈ ദൈവസ്നേഹത്തിലേക്ക് ക്ഷണിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കുവാൻ കഴിയും. ഇന്ന് സന്ധ്യയിൽ ഈ വചന കേൾവിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ആ ശമര്യക്കാരനെ പോലെ ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ, ആരാണെന്ന് ശ്രദ്ധിക്കാതെ എൻ്റെ മുൻപിൽ വരുന്ന ആശ്രയം ആവശ്യമുള്ളവരെ കണ്ടുപിടിച്ച് അവരെ സഹായിക്കാനൊരു തീരുമാനം ഞാൻ എടുക്കുന്നുവെന്ന് ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് പറയാമോ? അതെ, ഒരു നല്ല ശമര്യക്കാരനെ വരച്ച് കാട്ടിയിട്ട് ദൈവം കർത്താവ് അവനോട് പറയുകയാണ്, നിനക്ക് അയൽക്കാരനെ നീ അന്വേഷിക്കുന്നതിനേക്കാളധികം നീ ഒരു അയൽക്കാരനായി മാറണം, നീ ഒരു സ്നേഹിതനായി മാറണം, നീ ഒരു ശമര്യക്കാരനായി മാറണം. അതെ, ലോകപ്രകാരമുള്ള അകലം പാലിക്കുന്ന പലരും നമ്മുടെ അടുക്കൽ ആശ്രയമറ്റവരായി വന്നാൽ അവരെ സ്നേഹിക്കാനും കരുതാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലെ ഈ ദൈവവചന സാന്നിധ്യത്തിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടട്ടെ. മറ്റു ചിലരെ കൈത്താങ്ങൽ കൊടുത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലൂടെ വെളിപ്പെടുമ്പോഴാണ് സ്വർഗലോകത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുവിൻ്റെ സാന്നിധ്യം നമ്മിലൂടെ മറ്റു ചിലർ അറിയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ദൈവ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരാം, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരാം. മറ്റു ചിലരെ താങ്ങാനുള്ള മനസ്സ് നമുക്കുണ്ടാകട്ടെ. മറ്റു ചിലരെ യേശുവിൻ്റെ അടുക്കലെത്തിക്കുവാൻ, നിത്യതയിലെത്തിക്കുവാൻ നമുക്ക് നല്ല ശമര്യക്കാരായി മാറാം. മറ്റു ചിലരെ താങ്ങി നടത്തുവാൻ, അവർക്ക് ആശ്രയം നൽകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.